വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് +2 CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് അനസ്യ. ഞാൻ IIIലെ +1 +2 ബിസിനസ് സ്റ്റഡീസ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് എന്ന സബ്ജക്ട് നോക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളത്. തിയറി പേപ്പറാണ്. അപ്പോൾ തിയറി പേപ്പറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഈസിയാണ്. പക്ഷേ തിയറി പേപ്പർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു വെല്ലുവിളി ആകുമോ ഈ സബ്ജക്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? എന്നിട്ടാണ് എന്താ നമുക്ക് ചുറ്റിലുള്ള റിയൽ വേൾഡ് ബിസിനസ് സിറ്റുവേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ +1 നോക്കി കഴിയുമ്പോൾ ബിസിനസിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ +2ലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് ഒരു ബിസിനസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്ന് വേണ്ട മാനേജ്മെന്റ് ഫംഗ്ഷൻസിനൊക്കെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് വേണ്ട കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. എന്നിരുന്നാലും ഒരു ഓവറോൾ ഐഡിയ ബിസിനസ് സ്റ്റഡീസിനെ പറ്റി നമുക്ക് നോക്കാം അല്ലേ? അതായത് നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസിൽ തിയറി 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രൊജക്ട് നിങ്ങൾക്ക് ഒരു 20 മാർക്കിനും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിനെ നമുക്ക് 3 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് പാർട്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇതിൽ കുറേ ചാപ്റ്റേഴ്സ്, ഒരു 8 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ 8 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ബേസിക് ഐഡിയ ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. നേച്ചറും സിഗ്നിഫിക്കൻസും ഒക്കെയാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ, മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ബേസിക് ഫൗണ്ടേഷൻ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കും. സെക്കൻഡ് ചാപ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസും കുറച്ച് പ്രിൻസിപ്പിൾസും അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് എൻവയറമെന്റ് ആണ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ 3 ചാപ്റ്ററിനും കൂടി 16 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തിലേക്ക് പോവാണ്? ഓരോ മാനേജ്മെന്റ് ഫംഗ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. സെക്കൻഡ് വൺ ഓർഗനൈസിങ്. ഈ 2 ചാപ്റ്റേഴ്സൊന്നും കൂടി 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ടോട്ടൽ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ട് ബിസിനസ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് 4 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എവിടെ നിന്ന് കിട്ടുന്നു, ആ ഫിനാൻസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റും ഉണ്ട്. ഇതിന് 2 ചാപ്റ്റേഴ്സും കൂടി 15 മാർക്കിനാണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഒരു ബിസിനസ് ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അവിടെ ആവശ്യമാണ്. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനും അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ്. കൺസ്യൂമേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ബിസിനസിനെ സംബന്ധിച്ച് കൺസ്യൂമേഴ്സ് ഈസ് ദി കിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഈ 2 ചാപ്റ്റേഴ്സിനുമായിട്ട് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 80 മാർക്കിനാണ് ടോട്ടൽ തിയറി ഭാഗത്തുനിന്ന് വരുന്നത്. അതുകൂടാതെ പാർട്ട് സി എന്ന് പറയുന്നത് പ്രൊജക്ട് വർക്ക് ആണ്. ടോട്ടൽ 20 മാർക്കാണ് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടാവും, കൺഫ്യൂഷൻസ് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് III നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു III ഗോദ ബാച്ച്. ഓക്കെ, അപ്പൊ ഗോദ ബാച്ചിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നേരത്തെ മിസ് പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരാം, മനസ്സിലാവാത്തത് വരാം, അതുപോലെ തന്നെ ഡൗട്ട്സ് വരാം. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഓരോ ടോപ്പിക് വൈസ് റെക്കോർഡഡ് വീഡിയോസ് ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ, ബാച്ചിൽ കയറി കഴിഞ്ഞാൽ എന്താണ്, ഓരോ ചാപ്റ്റേഴ്സ് കാണാം, ഓരോ സബ്ജക്ട് കാണാൻ പറ്റും. അത് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഓരോ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ടോപ്പിക് പഠിക്കേണ്ടത് ആ ടോപ്പിക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ആക്സസ് കിട്ടും. ഓക്കെ, അതുകൂടാതെ എന്താണ്, നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെ? ടൈം ടേബിളിനനുസരിച്ച് എനിക്ക് പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ആൾക്കാർക്ക്
വാട്സപ്പ് ഗ്രൂപ്പ് വഴി ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ എന്താണ്, നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന PDF നോട്ട്സും നിങ്ങൾക്ക് തരും. ഇനിയിപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഗോദ ബാച്ചിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്ര രൂപ നിങ്ങൾ മുടക്കണം? വെറും 4999 rupees മാത്രം മുടക്കിയാൽ മതി. നിങ്ങൾ നേരെ ഗോദ ബാച്ചിലേക്ക് വരിക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം.